അപ്പൊ എങ്ങനെയാ നമുക്ക് നിർത്തിയെടുത്ത് തുടങ്ങിയാലോ? പിള്ളേരുടെയൊക്കെ പാട്ടും ഡാൻസും ഗിഫ്റ്റും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇനി ചായ കുടിക്കലും പലഹാരം കഴിക്കലും ആവാന്ന് കരുതിയിട്ട് എല്ലാവരും ടീ ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ടീ ബ്രേക്ക് കഴിഞ്ഞ് വന്ന ഉടനെ നമ്മൾ ഗെയിംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് കുട്ടിപ്പട്ടാളത്തിന്റെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് അവരായിരുന്നു ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഓരോ റൗണ്ട് കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര ക്യൂരിയോസിറ്റിയിലായിരുന്നു ഇത് ആര് ജയിക്കും എന്നുള്ള ആ ഒരു എക്സൈറ്റ്മെന്റ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി 3 പേര് മാത്രമായിട്ടുണ്ട്. ഇനി എന്താന്നുള്ളത് നിങ്ങൾ കണ്ടു നോക്ക്. അങ്ങനെ ഫൈനലി ഐഷുമ്മ ജയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവക്കുള്ള ഗിഫ്റ്റ്സ് ഒക്കെ കൊടുത്തു. സെക്കൻഡ് പ്രൈസിനും ഫസ്റ്റ് പ്രൈസിനും ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് പ്രൈസിന് ഒരു 100 റുപ്പീസിന്റെ ക്യാഷ് പ്രൈസ് കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത ലേഡീസിന്റെ ടീമാണ്. പെൺപടകൾ മുഴുവൻ കളത്തിലിറങ്ങിക്കൊണ്ടുള്ള ഒരു പരിപാടിയായിരുന്നു എന്ന് വേണേൽ പറയാം. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഇത് ആര് ജയിക്കും ആരും വിട്ടുകൊടുക്കണില്ലായിരുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിൽ തന്ത്രപരമായ കളികൾ നീക്കിയവരുമുണ്ട്, അതായത് കരുക്കൾ നീക്കിയവര്. എന്തായാലും നല്ല രസമായിരുന്നു. ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. എന്റെ എൻജോയ്മെന്റ് കൂടി പോയതുകൊണ്ടാണോ എന്ന് അറിയില്ല, വളരെ പെട്ടെന്ന് ഞാൻ ഇതിന്ന് പുറത്തായിട്ടുണ്ടായിരുന്നു. എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നല്ല കളിയാക്കൽ കിട്ടി, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സങ്കടം. ഇനി നിങ്ങൾ കുറച്ചു നേരം ഒന്ന് കണ്ടു നോക്കൂ. കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും. അങ്ങനെ ഐശ്വര്യമായിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഓരോരുത്തരായിട്ട് പുറകെ വരുന്നുണ്ട്. ഇനി വന്നു കഴിഞ്ഞ അവസാനം ഫൈനലി 2 പേരാവും. അതൊക്കെ കാണാനുണ്ട്, നിങ്ങൾ കണ്ടു നോക്ക്. റിയയും ബാബിയൊക്കെ നല്ല വാശിയേറിയ പോരാട്ടത്തിലായിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോ മനസ്സിലാവില്ല അല്ലേ? റിയയും ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇതാ മത്സരിക്കുന്ന 2 അച്ചാർത്ത് ഫാമിലിയിലെ മരുമക്കളാണ്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആര് ജയിക്കുന്നു. ബാബിയൊക്കെ ആണെങ്കിൽ കണ്ണെടുക്കാണ്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ആള് മറ്റേ വിട്ടു തരത്തില്ലെന്നുള്ള ലക്ഷണത്തിലായിരുന്നു. അങ്ങനെ അവസാനം ബാബി ജയിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുത്തു. ബാബിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന പോർഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വീഡിയോയിൽ. പെമ്പിള്ളാരൊക്കെ യുദ്ധം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് നല്ല ആൺപാടയുടെ യുദ്ധം കാണാം. അച്ചാർത്ത് ഫാമിലിയിലെ ആളുകൾ ഇറങ്ങിയിട്ടുള്ള മത്സരമായിരുന്നു അടുത്തത്. ഏജ് ഒന്നും ഇവിടെ ഒരു പ്രശ്നമല്ല. ഞങ്ങളുടെ ഫാമിലിയിൽ ഭയങ്കര ഉഷാറുള്ളവരായതുകൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ട പരിപാടി ആയിരുന്നു. പെട്ടെന്ന് എല്ലാവരും ഔട്ടാക്കിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് 2 പേരാണ് ഉള്ളത്. സോറി എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി. 4 പേരും 3 കസേരയാണ് ഉള്ളത്. അങ്ങനെ നമ്മുടെ മത്സരം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരടിപ്പിക്കുന്നില്ല, നിങ്ങൾ കണ്ടോളൂ. അങ്ങനെ 4 പേരെന്നുള്ളത് 3 പേരായി കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടു നോക്ക്.
അങ്ങനെ കൊച്ചുപ്പായിരുന്നു ജയിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫൈനലി ഗെയിംസ് ഒക്കെ കഴിഞ്ഞു എന്ന് കരുതണ്ട. ഇനിയാണ് അടുത്ത വരാനിരിക്കുന്നത്. ഇനി നമ്മുടെയൊക്കെ കൂട്ടത്തിൽ ഉമ്മാമാരെ മാമിമാരെ ഒക്കെ ഇറക്കണ്ടേ, അങ്ങനെ അവരുടെ സെക്ഷൻ ആയിരുന്നു അടുത്തത്. അതായത് ഫൈനൽ റൗണ്ട് ആയിരുന്നു. നിങ്ങൾ കണ്ടു നോക്ക്. ഇവരെ ഒരുപാടിട്ട് കറക്കിക്കേണ്ടെന്ന് കരുതിയിട്ടായിരുന്നു നമ്മളുമായിട്ട് ഒന്നിച്ച് വെക്കാൻ. അങ്ങനെ ഫൈനലി ഇവരുടെ ലാസ്റ്റ് സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട്. 3 പേരും 2 കസേരയും കണ്ടു നോക്കുക. ഇത് മറ്റേ വേറൊരു സന്തോഷമായിരുന്നു. എനിക്കും ഉപ്പാക്കും കിട്ടാഞ്ഞൊക്കെ അപ്പൊ ഉമ്മ വീട്ടിലോട്ട് കൊണ്ടുവന്നു. അതിന്റെ സന്തോഷം വല്ലാണ്ടുണ്ട്. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ആ ഒരു എക്സൈറ്റ്മെന്റിൽ എൻജോയ്മെന്റിൽ ഇരിക്കുമ്പോഴാണ് എം. രാജേഷ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിനെ സ്വീകരിക്കലും കാര്യമായിട്ട് എല്ലാവരും ആ ഒരു ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ തിരക്കൊക്കെ മാറ്റി വെച്ച് ഒരു 10 മിനിറ്റത്തേക്കെങ്കിലും നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ കുറെ നേരം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. കുടുംബസംഗമത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് അതിന്റെ ഒരു മെമ്മറി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഓരോ മൊമെന്റും 11 ഫാമിലിക്കും കൊടുക്കാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു മൊമെന്റ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നത് 11 മക്കൾക്കാണ്. ഈ 11 മക്കളെന്ന് മീൻ ചെയ്യുന്നത് ആമിയുപ്പാടെയും മറ്റുമ്മാടെയും 11 മക്കളാണ് അവർക്കുള്ളത്. അവർക്ക് 7 ആമക്കളും 4 പെൺമക്കളും ആണുള്ളത്. അങ്ങനെ 11 പേരുടെയും ഫാമിലിയിലേക്കാണ് നമ്മൾ ഈ മൊമെന്റോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നെ നമുക്ക് ഓർഡർ തന്നെ നോക്കാം. അമ്മയുടെയും അപ്പാടെയും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുഞ്ഞിക്ക മൂത്താപ്പായും മൂത്തുമായുമാണ്. ഇനി അങ്ങോട്ട് കറക്റ്റ് 11 പേരെ ഞാൻ ഓർഡറിലാണ് കാണിക്കുന്നത്. അങ്ങനെ എല്ലാവരിലോട്ടും നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കൊടുക്കുന്നതിന് ഒരു ഓർഡർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ വളരെ ഭംഗിയുള്ള വേറൊരു കാര്യമുണ്ട്. അതായത് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് മക്കളെ സെറ്റ് ചെയ്തിട്ട്, അതായത് അവരുടെ ഇങ്ങനെ ഓർഡർ വെച്ചിട്ട് എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര രസമുള്ള ഒരു പരിപാടി. കറക്റ്റ് അത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല. അതൊക്കെ തലപ്പത്തിരിക്കുന്ന ആശ്മിക്കയുടെ പരിപാടിയായിരുന്നു അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതൊക്കെ. അത് പറഞ്ഞപ്പോഴാണ് ഇക്കാക്കമാരുടെ കാര്യമൊക്കെ എടുത്തു പറയണം. അവർ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഈ പരിപാടി ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അവരുടെ എഫേർട്ട് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അത് ഭയങ്കര കുറഞ്ഞു പോകും. എൻ്റെ പല ടൈമിലായിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ജസ്റ്റ് വീഡിയോസ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാം കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തത്. ഇനി അങ്ങോട്ടുള്ള ടൈം എന്ന് പറഞ്ഞാൽ പക്ക എന്റർടൈൻമെന്റ് ആണ്. അപ്പൊ നിങ്ങളും കണ്ടു നോക്കി എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പാട്ടൊക്കെ ഓക്കെ, പക്ഷെ ഇങ്ങേരി വയലിൻ എടുത്തോണ്ട് വന്നപ്പോൾ ഞങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇത്രയും നല്ല മൂമെന്റ്സ് ഞങ്ങൾക്ക് തരുമെന്നുണ്ടായിരുന്നു. ഈ മനുഷ്യ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ അവിടെ തകർത്ത് വാരുമായിരുന്നു. ഓരോരുത്തരും എന്തായിരിക്കും ഈ വയലിൻ വെച്ച് ചെയ്യാൻ പോകുന്നതെന്ന് ആലോചിച്ചിരുന്നിട്ട് കുറെ സാധനം അങ്ങോട്ട് ഇറക്കി. എൻ്റെ പൊന്നു അടിപൊളിയായിരുന്നു. നിങ്ങൾ കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഞാൻ വർത്താനം പറയുന്നത് ഇനി പുള്ളി നിങ്ങൾക്ക് കാണാനുള്ളത്.
ബഷീർക്ക താങ്ക് യു. ഫാമിലി ബഷീർക്കാനെ പോലെ തന്നെ എനർജറ്റിക് ആണ്. ഒരു ചെറിയ ചെയിൻ സോങ്ങോട് കൂടിയിട്ട് നമുക്ക് പ്രോഗ്രാം അതിന്റെ ചെയ്യല്ലേ? പ്രോഗ്രാം ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ലൊരു കൈഡി തരോ? ഓക്കെ. ഞാൻ എൻ്റെ ഉള്ളിൽ എന്ന് പറയുന്ന വേർഡ്സാണിത്. എൻ്റെ മനസ്സിൽ എന്നും ഒരിക്കലും മറക്കാത്ത ഒരു ഓർമ്മയിലായിട്ടുണ്ടാവുന്ന ഒരു ഡേ ആയിരിക്കും ഇതെന്ന്. കംപ്ലീറ്റ്ലി അത്രയും അടിപൊളി മെമ്മറീസാണ് ഓരോരുത്തരും തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പടക്കമൊക്കെ പൊട്ടിച്ച് നമ്മൾ പരിപാടി അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്രയേ ഉള്ളൂ. ബാക്കി നാളെ ഇൻഷാ അല്ലാ.